എത്തുന്നവർ പോരാളികളാണ്. കാർന്ന് തിന്നാനെത്തുന്നതിനെ ചെറുക്കാൻ ഒപ്പം നിൽക്കുന്ന ഇടം. തിരുവനന്തപുരത്ത് ചികിത്സയ്ക്കെത്തുന്ന ക്യാൻസർ രോഗികൾക്ക് അഭയം. കുഞ്ഞിനെയും കൊണ്ട് ഒരു അച്ഛനും അമ്മയും വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സങ്കടത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയം. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ്. അത് നമുക്കിവിടെ 3 നേരത്തിന് 4 നേരവും നമുക്ക് അവർ തരണുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ദൈവാധീനം പോലെ കരുതുകയാണ്. ഇത് നമ്മുടെ സനാഥാലയത്തിലെ ലൈബ്രറിയാണ്. ആകാശം എന്നാണ് ലൈബ്രറിയുടെ പേര്. ക്യാൻസർ പോരാളിയായ നന്ദുമഹാദേവ ചേട്ടൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ്. ഇവിടെ 2000-ഓളം പുസ്തകങ്ങളുണ്ട്. ഇത് നമ്മുടെ സനാഥാലയത്തിൽ എത്തുന്ന പോരാളികൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഒരു ഡബിൾ ബെഡാണ് കൊടുക്കുന്നത്. അവരുടെ വീട് എങ്ങനെയാണോ അതുപോലെ അവർക്ക് കാണുവാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇഷ്ടമുള്ളത് പാകം ചെയ്യാനും ഉള്ളത് ഇഷ്ടം പോലെ കഴിക്കാനും ഇടം. ഇവിടെ നമ്മൾ ഭക്ഷണം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ പോലും അവർക്ക് ചെയ്യാവുന്നതാണ്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കാൻ നിരവധി സ്ഥലങ്ങൾ. ഇത് നമ്മുടെ കൂടെന്ന് പറയുന്ന ഏരിയയാണ്. നമ്മുടെ പ്രോജക്റ്റാണ്. അതായത് സൈക്കോളജി കൗൺസിലിംഗ് അവർക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ നമ്മൾ പറയുകയും അതിനനുസരിച്ച് നമുക്ക് കൗൺസിലേഴ്സ് വരികയും അതനുസരിച്ച് നമുക്ക് അവർക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ്. നമ്മുടെ സനാഥാലയത്തിലെ എല്ലാ ഇടങ്ങളും നമുക്ക് വീൽ ചെയർ അക്സസിബിൾ ആണ്. ഇത് വീൽ ചെയർ ഫ്രണ്ട്ലി പാർക്കാണ്. ശലഭം എന്നാണ് പറയുന്നത്. വാടക കെട്ടിടത്തിൽ തുടരുന്ന ആശ്രയ ഇടം ഇന്ന് പ്രതിസന്ധി നേരിടുകയാണ്. ഇത് വാടക കെട്ടിടം ആയതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ കുറച്ച് നിയമ നടപടികൾ കാരണം ഇത്ര 4 വർഷത്തിന് ശേഷം സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതാണ് നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച്. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇടം വേണം. അപ്പോൾ ആ സ്ഥലം സ്പോൺസർഷിപ്പായിട്ട് നൽകാൻ കഴിയുന്നവർ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. സനാഥാലയത്തിന് സ്വന്തമായൊരിടം, അത് നിരവധി പേർക്ക് തിരിച്ചെത്താനുള്ള ഇടം കൂടിയാണ്. ഭയങ്കര ഹാപ്പിയാണ് ആള്. എല്ലായിടവും ഓടി നടക്കുന്നു. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുള്ളൊരു ആ ഒരു പേടിയില്ല ഉള്ളിക്ക്. ഇതുവഴിയാണ് നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരും രോഗം ഭേദമായി പോയിട്ടുള്ളത്. അവരുടെ മനസ്സിലെ സന്തോഷം അവർ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലരുടെയും വരികളിൽ ഇവിടം സ്വർഗമാണ്. മടങ്ങിപ്പോകുന്നവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഇടം. ഈ ഇടം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. ബിജു വിഎസിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ നമുക്കൊപ്പമുണ്ട്. രാഹുലെ, നമുക്കറിയാം ഈ ക്യാൻസർ എന്ന അസുഖം വന്നാൽ അത് ഒരു സാധാരണ കുടുംബത്തെ എത്രത്തോളം മാനസികമായും സാമ്പത്തികമായും ഒക്കെ അതൊക്കെ നമുക്ക് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ചുറ്റും നമ്മൾ അനുഭവങ്ങൾ കാണുന്നതുമാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു സൗകര്യം പറഞ്ഞതുപോലെ അവർക്ക് ഭക്ഷണം കിട്ടുന്നു, സമാധാനമായിട്ട് ഒരിടത്ത് ഇരിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു. വലിയ കാര്യമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പ്? എത്രയധികം ആളുകൾക്ക് അതൊരു വലിയ ആശ്വാസ കേന്ദ്രമായി മാറുന്നുണ്ട്? ദേവി സൂചിപ്പിച്ചതുപോലെ ഈ ക്യാൻസർ രോഗം അതിനെ ഈ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും കടന്ന് അതിനെ ഭേദമായി തോൽപ്പിക്കുന്ന ഒരു ഘട്ടം വരെ എത്തുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനസ്സാന്നിധ്യം കൊണ്ടും ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ സ്നേഹം കൊണ്ടും പിന്തുണ കൊണ്ടും ഒക്കെ മറികടക്കേണ്ടതാണ്. കാരണം ഇതിനിടയിൽ നമ്മുടെ ശരീരം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മാറും. നമ്മുടെ മനസ്സ് അതനുസരിച്ച് മാറാതെ നമ്മൾ പിടിച്ചു നിർത്തണം. മുടി പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നു, മനോഭാവം മാറാതെ നോക്കണം. അങ്ങനെ ഈ രോഗം കടന്നു വന്നവരൊക്കെ പങ്കുവെക്കുന്ന അനുഭവം അതാണ്. അങ്ങനെ ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, സൗജന്യമായിട്ടൊരു ഇടമുണ്ട്, ആ ഇടത്തിൽ മനോഹരമായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ചിറക് ചാരിറ്റബിൾ സൊസൈറ്റി തിരുവനന്തപുരത്ത് പറഞ്ഞു വെക്കുന്നത്. കുറേയധികം ആളുകൾ ഇങ്ങനെ സൗജന്യമായി ഇടങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ ഇത് പോയി കണ്ടപ്പോൾ ഇതിൻ്റെ കാര്യം എനിക്ക് പറയാൻ കഴിയും. കാരണം മുഴുവൻ വെള്ള നിറമാണ്. ആ കർട്ടൻ പോലും, അവിടെ ഇട്ടിരിക്കുന്ന കർട്ടൻ പോലും വെള്ള നിറമാണ്. അതായത് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുക. ശബ്ദം കുറച്ചേ പാടുള്ളൂ.
അവർക്ക് സംസാരിക്കുന്ന ഇടങ്ങൾ ഉണ്ടാക്കുക. അത്തരത്തിൽ ഓരോ പോയിന്റുകളും ഓരോ പോക്കറ്റുകളും എന്താ പറയുക രസകരമായ ഓരോ കണ്ടെത്തലുകളാണ്. കൂടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മാനസികമായി ഒന്ന് തളർന്നു പോയാൽ ഈ പറയുന്ന ഇത് കൃത്യമായ അക്കാഡമിക് പരിജ്ഞാനമുള്ള കൗൺസിലർമാരെത്തി അവരെ സംസാരിക്കാൻ പോലും ഇടമുണ്ട്. അതെല്ലാം സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഇടം ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. കാരണം വാടക കെട്ടിടത്തിൽ 4 വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു ഹോം ഷെൽട്ടർ ഹോം എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്കൊരു സ്ഥലം മേടിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളൊരു 40 യുവാക്കളോളമുണ്ട്, ഞങ്ങളങ്ങ് ഒരു കെട്ടിടം പണിഞ്ഞോളാം, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തോളാം, പൈസയായിട്ട് ആരും തരണ്ട, അവരുടെ ഈ സ്ഥലം വാങ്ങി തന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കണ്ട ആര്യ എന്ന് പറയുന്ന അമ്മയുൾപ്പെടെയുള്ള നമ്മോട് സംസാരിക്കാതെ, എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാതെ ക്യാമറയ്ക്ക് പിന്നിൽ നമ്മോട് സംസാരിച്ചവരെല്ലാം ആവശ്യപ്പെടുന്നത് ഈ ഇടം ഞങ്ങൾക്ക് ആശ്വാസമാണ്. തിരുവനന്തപുരത്തേക്ക് മകളുടെ ചികിത്സയ്ക്ക് പോകണമെന്ന് ആലോചിച്ചാൽ അമ്മ ചിന്തിക്കുന്നത് നമുക്ക് ആ ഇടം ഉണ്ടല്ലോ. ആ മോളും പറയുന്നത് അമ്മയെ വീട്ടിൽ പോകും നമ്മുടെ വീട്ടിലേക്ക്. ആ മോള് പോലും ഇതിനെ വീടായാണ് കാണുന്നത്. അത്തരത്തിൽ നിരവധി ആളുടെ ആഗ്രഹമാണ്. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിൽ കൂടി ഈ ഇടത്തിന് കൂടി ഒരു സ്ഥലം ഉണ്ടാകട്ടെ എന്നാണ് ദിവിഷേട്ട നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരിയാണ്. അങ്ങനെ ഒരു സാധ്യതകൾ തെളിഞ്ഞു വരാനുള്ള ഇടവുമുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം ആരെങ്കിലുടെയും മനസ്സിൽ അങ്ങനെ ചിന്തകളുണ്ടാവും. ഒപ്പം നമ്മളതിൽ പറയാതെ പോകാൻ പറ്റില്ല. നന്ദുവിൻ്റെ ഒരു ചിത്രം കണ്ടു. നന്ദു മഹാദേവ എന്ന ചെറുപ്പക്കാരൻ എത്രയേറെ ക്യാൻസർ രോഗികൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ വലിയൊരു മാതൃക തീർത്ത നന്ദുവാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് നന്ദു നമ്മെ വിട്ടുപോയത്. ഇപ്പോഴും നന്ദുവിൻ്റെ ചിരിക്കുന്ന ഒരു മുഖം അവിടെ കണ്ടതിൽ ഒരു സന്തോഷവും ആശ്വാസവും ഉണ്ട്. ശരി.